ഐ വിൽ റിസ്റ്റോർ, ഞാൻ വീണ്ടെടുക്കും. ഞാൻ വീണ്ടെടുക്കുമെന്ന് പറയുന്നവൻ സൃഷ്ടാവാം ദൈവമാണ് എങ്കിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നടത്തിയെടുക്കും, ഷുവറാണ്. അതിൻ്റെ ഉറപ്പ് നമുക്ക് വരണം. ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലിരിക്കുമ്പോൾ കർത്താവ് നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ദൈവം ചിലപ്പോൾ ഉത്തരം തരും. കഴിഞ്ഞ ദിവസം കർത്താവ് അങ്ങനെ തിരിച്ചു വരവ് തുടങ്ങിയിരിക്കുന്നു. അതിൽ പിന്നെ ഉറച്ചു നിൽക്കുക. കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുത്തിരിക്കുന്നു. തിരിച്ചു വരവ് തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ എടുക്കുന്നത്, നമ്മുടെ മക്കൾ ദൂരെയാണെങ്കിൽ അവരുടെ തിരിച്ചു വരവ് മനസ്സുകൊണ്ട് നമ്മൾ കാണുകയാണ്. അവർ എവിടെ ആയിരുന്നാലും കർത്താവ് അവരെ കണ്ട്, അവരുടെ ദൃഷ്ടി അവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് യു ഹാവ് ബീൻ ലാമെൻറ്റിങ് ആൻഡ് പ്രേയിങ് ആൻഡ് മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം, വീട്ടിലെ ആവശ്യങ്ങളായിരിക്കും. ഏതിനാണ് പ്രശ്നം എന്ന് വെച്ചാൽ അതിന്മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് ദൈവം അതിന്മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് തടസ്സം ആര് നിൽക്കും? നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഉള്ളിലുള്ള അന്തരാത്മാവാണ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ജോയിൻ ചെയ്ത് തീ കത്തിക്കണം. വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ മാത്രമേ തീ ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥ തീ. നമ്മളല്ലാതെ തീ കത്തിക്കുന്ന പരിപാടികൾ പലയിടത്തും ഉണ്ടല്ലോ. തീ കത്തിക്കുന്നത് മാനുഷിക ശക്തി കൊണ്ട് തീ കത്തിക്കുന്നതും പരിശുദ്ധാത്മാവ് വന്ന് തീ കത്തിക്കുന്നതും രണ്ടാണ്. അത് നമ്മുടെ അബ്രഹാം യാഗവസ്തുവായിട്ട് ആടിനെയും കാളക്കിടാവിനെയും പ്രാവിനെയും കൊണ്ടുവച്ചിട്ട് ഉൽപ്പത്തി 18-ാം അധ്യായമായപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ സ്ഥലം കൊടുക്കുന്നതിന് മുമ്പ് യാഗം ചോദിച്ചു. സ്ഥലം വിറ്റുപോയി, മനസ്സിലാക്കണേ, സ്ഥലം വിറ്റുപോയി. കാരണം പിശാചിന് വിറ്റുകൊടുത്തു. സ്ഥലം എന്നെ ഏൽപ്പിച്ചതാണ്, എനിക്ക് വേണ്ടത്. നമുക്ക് തരുന്നതിന് നമ്മൾ വില കൊടുക്കണം. മക്കൾ ദൈവം നമുക്ക് തന്ന അവകാശമാണ്. ആ അവകാശത്തിന്മേൽ അവകാശം പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. മക്കൾ യഹോവ എനിക്ക് തന്ന ദാനമാണ്, അവരുടെ മേലുള്ള അവകാശം അവരെൻ്റെ അവകാശമായി മാറിയിരുന്നു. ഗർഭഫലം എനിക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഫലമാണ്. അത് ഫലം തന്നെ അതെൻ്റെ വീട്ടിലുണ്ടായിരിക്കണം, അത് മറുത്തുപോയി നശിച്ചു പോകാനിടയാക്കല്ല. ഇങ്ങനെ നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയാനുള്ള ശക്തി വരുമ്പോൾ ക്രമേണ പരിശുദ്ധാത്മ അതിന്മേൽ ക്രിയ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഉപരിയാണ്. പിന്നെ ഓരോ സാഹചര്യങ്ങളിലും അവൻ്റെ ശക്തി ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. ആ ശക്തിയെക്കുറിച്ച് അറിയുന്ന അതിനൊരു അല്പം മാത്രം അറിഞ്ഞാൽ പോലും നമുക്ക് ഈ ലോകത്തിൽ അത് മതി. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സംശയങ്ങൾ, സ്വപ്നങ്ങൾ മരിച്ചിരിക്കുന്നു, കുടുംബങ്ങൾ ചിന്നിച്ചെതറി കിടക്കുന്നു, പിന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നത് വല്ലവരും അനുഭവിക്കുക, അതിൽ നിന്നൊരു ഫലവും കിട്ടാതിരിക്കുക, നീ ഉണ്ടാക്കുന്ന വീഞ്ഞ് വല്ലവരും കുടിച്ച് നശിപ്പിക്കുക, നിൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിനകത്ത് കാണേണ്ടി ഒരു പുറത്ത് അലഞ്ഞു നടക്കുക. ഇതൊക്കെ ശാപം തന്നെയാണ്. അതായത് നിൻ്റെ മക്കൾക്ക് യോജിച്ചതല്ല. നീ വേലി കെട്ടി അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മഹത്വം നീ വേറൊരാൾക്ക് വിട്ടു കൊടുക്കത്തില്ല. ഇങ്ങനെ നമ്മൾ ദൈവത്തോടും നമ്മളുമായിട്ടാണ് സംസാരം. അതിനകത്ത് തേർഡ് പാർട്ടി എവിടെയാണ് വരുന്നത്? തേർഡ് പാർട്ടിക്ക് ഒരു പ്രസക്തിയില്ല. എത്ര പേർക്ക് ഇതറിയാം? അത് ഞങ്ങളുടെ തന്നെ മകള് അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിൽ നമുക്ക് കാണാം വഴി മാറി മാറി അങ്ങനെ പോകുന്നത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ എൻ്റെ ആത്മാവ് അമേരിക്ക വരെ ചെന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ വലിയൊരു ഓഫീസിലാണ്. പക്ഷേ അവിടെ എല്ലാം കാവൽക്കാർ നിൽപ്പുണ്ട്. അകത്താരെയും അവരെ എംപ്ലോയീസിന് മാത്രം അവർക്ക് ID കാർഡുണ്ടല്ലോ, അത് വേണ്ടവർ മാത്രമേ അത്. പക്ഷേ ഞാൻ ആത്മാവിൽ അകത്തോട്ട് കയറി ചെന്നിട്ട് മോളിരിക്കുന്ന മേശയും കസേരയും കണ്ടിട്ട് അവളെ പേക്കി പിടിച്ച് പുറത്തിറക്കിക്കൊണ്ട് വരുന്നു. അങ്ങനെ എന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ അകത്തൊന്നും പോയില്ല, ആത്മാവിൽ അതോടുകൂടി ജോലി അവിടുന്ന് മാറി മോളെ. അപ്പോൾ ഇത് എങ്ങനെ അത് സംഭവിച്ചു? ഞാൻ അമേരിക്കയ്ക്ക് പോയില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. അതുപോലെ തന്നെയാണ് അടുത്ത കാര്യങ്ങളിലും. കർത്താവ് മുൻപേ പോയി കഴിഞ്ഞിരിക്കുകയാണ്. നിൻ്റെ ആത്മാവ് യോജിക്കണം. ദൈവത്തിന് നമ്മുടെ ജഡമല്ല യോജിക്കേണ്ടത്, എൻ്റെ ആത്മാവ്. പൂർണ്ണമായിട്ടും ദൈവം പറയുന്നത് നടക്കുന്നു. ദൈവം പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. യഹോവ എഴുന്നള്ളിപ്പിച്ചെന്നേ നമ്മുടെ വചനം. രാവും പകലും നിരന്തരം അവൻ്റെ വചനത്തിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഈ ശക്തി നമ്മളിൽ ഇങ്ങനെ പവർഫുള്ളായിട്ടിരിക്കും. അതായത് ചില പിള്ളേർക്ക് വരയ്ക്കാൻ കഴിവുള്ളവർ, അവർക്ക് വരച്ചില്ലേ അവർക്ക് ഉറക്കം വരത്തില്ല. ബിക്കോസ് ആ ഒരു പ്രചോദനം. അതുപോലെ പിന്നെ പാട്ടെഴുതുന്നവർക്ക് ആ പാട്ട് എഴുതി തീർന്നില്ല ഉറക്കം വരത്തില്ല. അതുപോലെ വചനം പ്രസംഗിക്കുന്നത്, ആ വചനത്തിൻ്റെ എസൻസ് മനസ്സിൽ വരുന്നിടം വരെ നമ്മൾ ഉറങ്ങുമല്ലോ. കിടക്കുമ്പോഴും നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ചേച്ച് കിടന്നുറങ്ങും. ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് വർക്ക്സ് ഓൺ ഇറ്റ്. നമ്മൾ അറിയുന്നതിൽ കൂടുതൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇതറിയുന്ന ഭാഗ്യം
നമുക്കുണ്ടാകണം. ദൈവം ഒരു നന്മ ചെയ്തപ്പം ഒരു ഭർത്താവ് നല്ലൊരു സാധനം കൊടുത്തു വിട്ടു. ഭർത്താവ് തന്നതെന്നറിയാൻ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കും, ചിലപ്പോൾ ഇട്ടുകൊണ്ട് നടന്നതിരിക്കും. പക്ഷെ ഭർത്താവ് അയച്ചു തന്നതാണ് എന്ന് അറിഞ്ഞേച്ച് അതിട്ടുകൊണ്ട് നടന്നാൽ എന്തൊരു സന്തോഷം ഭർത്താവിനും എനിക്കും. പക്ഷേ അറിയാതിടുന്നെങ്കിൽ രണ്ടുപേരും സന്തോഷിക്കുന്നില്ല. യു ആർ വെയറിങ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അതുപോലെയാണ് ദൈവത്തെ അടുത്ത് അറിയാനുള്ള കൃപയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത്. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ലാസറസിനെ ജീവിപ്പിച്ച ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് 3 ദിവസം ചെന്നില്ല, 4-ാമത്തെ ദിവസം ചെന്നിട്ട് അവിടെ എങ്ങും ഒരു ബഹളവും വെച്ചില്ല. യേശു കല്ലറ കാണിക്കാൻ പറഞ്ഞു. കല്ലറയുടെ അടുക്കൽ ചെന്നിട്ട് പിതാവിൻ്റെ അടുക്കൽ പറഞ്ഞു, പിതാവ് ഞാൻ പ്രാർത്ഥിച്ചെന്ന് നീ കേൾക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ലാസറസ് കം ഫോർത്ത്. ഇവർ കാണണമല്ലോ. അതുതന്നെയാണ് എസെക്കിയേൽ നമ്മൾ 37-ാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥികളോട് സംസാരിക്കാനായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു. നമ്മളോട് ഇത് തന്നെ ചോദിക്കും, നിൻ്റെ മക്കൾ ജീവിക്കുമോ, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൃപയുണ്ടാകുമോ, അവർ ഇനിയും എൻ്റെ തോട്ടത്തിൽ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുമോ. ആയിരിക്കും എന്നുള്ള പറയാനുള്ള ധൈര്യം നമുക്ക് വരണ്ടേ? അത് ഇവിടെ പ്രവാചകൻ എസെക്കിയേൽ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന്. പ്രവാചകൻ പറഞ്ഞു ദൈവമേ എനിക്കറിയത്തില്ല. അത് സത്യമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വ്യത്യാസമുണ്ട്. എസെക്കിയേൽ എന്താ പറയുന്നത്? ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടത്തി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവേ കർത്താവേ, നീ അറിയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചു, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിക്കുക എന്ന് പറഞ്ഞു. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇതാണ് സ്വപ്നങ്ങൾ നശിച്ചുപോയി, ഭവനങ്ങളില്ലാതായി, പിന്നെ കൂടിനകത്ത് കിളികളില്ല, വീടിനകത്ത് കുഞ്ഞുങ്ങളില്ല. ആ സ്ഥിതിയാണല്ലോ പലർക്കും. ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മളോട് പറയും, നിനക്ക് തന്ന ഭവനം, കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ അവർ തന്നെ കടന്നു വരട്ടെ, അവരധികാരം ഏറ്റെടുക്കട്ടെ പറയുകയാണ് നമ്മൾ. അധികാരം ദൈവം നമുക്ക് തന്ന അവകാശങ്ങൾ ഏറ്റെടുക്കുന്നതിനും കഴിവ് വേണം കേട്ടോ. കഴിവില്ലാത്തതിന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ദൈവം ചില കാര്യപ്രാപ്തിയും കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുക്കണം. കാര്യപ്രാപ്തി. ജോസഫിന് കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും എ പേഴ്സൺ ഹു ക്യാൻ വർക്ക് ഡിലിജൻ്റ്ലി, അതായത് സാമർഥ്യത്തോടെ ജോലി ചെയ്യാൻ കഴിവുള്ളവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കും, അല്ലാതെ നിൽക്കത്തില്ല. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മളോ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കണമെങ്കിലും അതിൽ പ്രാഗൽഭ്യവും വിശ്വസ്തതയും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ തലമുറയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതിപ്പം പാസ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ ഇരിക്കുന്നെങ്കിലും കർത്താവ് പറഞ്ഞു, പ്രവചിക്കുക അവരുടെ മേൽ. എന്താ? ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കുക. ഉണങ്ങിയ അസ്ഥി എന്ന് പറഞ്ഞാൽ തലയോട്ടിയും കാലും കയ്യും എല്ലാം മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയല്ലേ പല കുടുംബങ്ങളിലും? നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഐക്യതയുടെ ആത്മാവുണ്ടോ? സഭയിലുള്ളവരുമായിട്ട് ഐക്യതയുണ്ടോ? ചുറ്റുപാടും ആരോടെങ്കിലും സഹോദരന്മാരുണ്ടോ? ഇല്ലെന്ന്. എല്ലാവരും അവരവരുടെ കാര്യം, അവരവരുടെ ഭാരം തീർന്നിട്ട് ഒന്നും ചെയ്യാനൊക്കുന്നില്ല. അതും ഒരു പിശാചിൻ്റെ തന്ത്രം. പണ്ട് കാലങ്ങളിൽ എല്ലാവരും ഈ കുടുംബത്തിലുള്ളവരെല്ലാം ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒന്നിച്ചു കൂടിയിരുന്ന് വർത്താനം. കത്തോലിക്കരുടെ ഇടയ്ക്ക് ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. അവർ ഒന്നിച്ചു കൂടിയിരുന്ന് വർത്താനം. നമുക്കതിന് നേരമില്ല. എന്തോ ആണോ നമ്മുടെ തലയിൽ കൊണ്ട് നടക്കുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കാൻ നീ പ്രവചിച്ചു. 3 പ്രാവശ്യം പ്രവചിച്ചു കഴിഞ്ഞു. നിൻ്റെ മേൽ അത് കർത്താവിൻ്റെ ശ്വാസം വരികയും ഞരമ്പ് വെച്ച് മാംസം പിടിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും ഞാൻ യഹോവ. കർത്താവ് പറഞ്ഞു കൊടുത്തു എന്നാ പറയേണ്ടിയെന്ന്. നമുക്കും അതാണ് വേണ്ടത്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ഡിവൈൻ ഫോഴ്സ്, ദ വിൻ, ദ പവർ ബിഹൈൻഡ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പർപ്പസ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒരു പ്ലാനുണ്ട് ദൈവത്തിന്. ആ പ്ലാൻ അനുസരിച്ച് നടത്താൻ നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനവും ദൈവവുമായിട്ട് ഒന്നിച്ചാകണം. നമ്മുടെ പ്രാർത്ഥന അലൈൻ ചെയ്യാന്ന് പറയും. കറക്റ്റ് അലൈൻ ചെയ്യണം. ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ പറയുമ്പോൾ അത് നടന്നിരിക്കും. അത് നടന്നിരിക്കാത്തതിൻ്റെ റീസൺ നമ്മുടെ ജഡമാണ്. നമ്മൾ കിടന്നുകൊണ്ട് നമ്മുടെ സ്വയ കഴിവിൽ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു ഒക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാകുമ്പോൾ നമ്മൾ കൈ ഒഴിഞ്ഞിട്ട് കർത്താവേ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. അന്നേരവും ദൈവം അരുന്നള്ളി വരുന്നുണ്ട്. അങ്ങനെ ഈ എസെക്കിയേൽ 37 നമ്മൾ ലാസ്റ്റ് വായിക്കുമ്പോൾ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുക തന്നെയല്ല, അതിന്മേൽ ആത്മാവ് വരികയും ഒരു സൈന്യമായി മാറിയെന്ന്. ഒരു സൈന്യമായി മാറാനും മാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അതിന്മേൽ ക്രിയ ചെയ്തതുപോലെ തന്നെ ദൈവം തമ്പുരാൻ
തമ്പുരാൻ നമ്മുടെ തലമുറകളുടെ മേലെ, നമ്മുടെ ആവശ്യങ്ങളുടെ മേലെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാകണം. ബിസിനസ് ആയിരിക്കാം, പഠിത്തത്തിലായിരിക്കാം, അതിലൊക്കെ ഫലഭൂയിഷ്ടി ഉണ്ടാകണം. ദൈവം തമ്പുരാൻ ഒരു വൃക്ഷം നട്ടാൽ ഫലമുണ്ടാകണം. വൃക്ഷത്തിൻ്റെ ഗുണം അറിയുന്ന ഫലമാണ് വൃക്ഷത്തിൻ്റെ ഗുണം അറിയിക്കുന്നത്. ഫലം നിശ്ചയിക്കും. എന്ത് ഫലമാണ് നമുക്ക് കിട്ടുന്നത്? ഫലം ഉണ്ടാകുന്ന ഇന്നു മുതൽ ഫലം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഫലം ഉണ്ടാകട്ടെ. നല്ല ഫലം ഉണ്ടാകുന്നവരായി മാറട്ടെ. അതിന്മേലൊന്നും, അതുകൊണ്ട് അടുത്ത പറയുന്നത്, ഈ ജോവേൽ പ്രവാചകൻ പറയുന്നല്ലോ, ഞാൻ അയച്ച, ദൈവം തമ്പുരാൻ തന്നെ അയച്ച മഹാമാരി, അതുപോലെ വെട്ടുക്കിളി, തുള്ളന്, ഇതിനെല്ലാം ഞാൻ തന്നെ ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ ആപത്ത് വരുന്നതും അല്ല, ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പം പ്രശ്നങ്ങൾ വരുത്തുന്നതും ദൈവം തമ്പുരാൻ. കാരണം അവനിലേക്ക് നേർവഴിക്ക് തിരിച്ചു വരാൻ തക്കണം. പ്രോഫറ്റിക്കലി വി ആർ സെൻഡിങ് ദ വേർഡ്. കർത്താവേ, നിൻ്റെ വചനം ചെന്ന് കൊണ്ടിട്ട് അവർ തിരിച്ചു വരട്ടെ. ചങ്ങലകൾ പൊട്ടുന്നു, കെട്ടുകൾ അഴിയുന്നു, ദൈവം തമ്പുരാൻ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. എപ്പോഴാണ്? മുൻതലമുറ പ്രാർത്ഥിച്ചപ്പോഴും. അതൊരു വലിയ സത്യമല്ലേ? ഇപ്പോൾ ഒരമ്മ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ, കുഞ്ഞല്ല കഷ്ടപ്പെടുന്നതാണോ? അല്ല, കുഞ്ഞ് കഷ്ടപ്പെടുന്നില്ല. കുഞ്ഞ് ഗർഭപാത്രത്തിൽ നല്ല സുഖമായിട്ട് 9 മാസം വരെ അവിടെ സന്തോഷമായിട്ട്, ഒരു ജോലിയും ചെയ്യണ്ട, നല്ല സന്തോഷമായിട്ട് തന്നെ വളർന്നു വന്നു. പക്ഷെ അമ്മ മരിക്കണം ഇനി. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഈ ഡോക്ടേഴ്സൊന്നും ഇല്ലാത്തപ്പം മിക്കപ്പോഴും പ്രസവത്തിൽ അമ്മ മരിക്കും. ഇതൊരു മരണമാണ്. ആ മരണമാണ് ഒരു പുതിയ ജീവന്. ആ മരണത്തെ ഭയപ്പെടാതാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. മനസ്സിലായോ? അമ്മ മരിക്കും. അങ്ങനെയാണല്ലോ ജോസഫിൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു മരണം കൂടായിരുന്നു. അതുകൊണ്ട് വേദന വരുമ്പോൾ ഒരു മരണമാണ് അവിടെ. പക്ഷെ മരണം ജയിച്ചത് എപ്പോഴാണ്? ശിശു ഉണ്ടായപ്പം അമ്മയ്ക്ക് ജീവൻ വെച്ചു. കാരണം നമ്മുടെ കരച്ചിൽ മാറുന്നത് കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ്. അത് അമ്മ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞുണ്ടാകത്തില്ല. ഉണ്ടാകുമോ? കുഞ്ഞിൻ്റെ സാക്രിഫൈസ് അല്ല, കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ. കുഞ്ഞ് സുഖമായിട്ടിരുന്ന്, കുഞ്ഞ് ആ സമയമായപ്പോൾ 9 ദിവസം ഇറങ്ങി വന്നു. പിന്നെ കുഞ്ഞ് തന്നെ നമ്മൾ വളർത്തുന്നു. കുഞ്ഞല്ല ജോലി ചെയ്തത്, അമ്മയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ ഒന്നും എടുക്കുന്നതല്ല. ദൈവം പറയും നമ്മൾ ചെയ്താൽ മതി. ആ ചെയ്യാനുള്ള കൃപ കിട്ടണമെങ്കിൽ പവർ പോലും ഇട്ടു തരുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, നീ ഏറ്റിരിക്കുന്നു, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. തക്ക സമയത്ത് 9 മാസം കഴിഞ്ഞപ്പോൾ ശിശു പുറത്ത് വന്നതുപോലെ നിൻ്റെ സമയത്തിൽ എല്ലാം ശുഭമായിട്ടും ശാന്തമായിട്ടും ചെയ്തെടുക്കുന്നൊരു ദൈവം കടന്നു വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ തലമുറയെ റിസ്റ്റോർ ചെയ്യുന്ന ദിവസമാണെന്ന്. തിരിച്ചു വരവ് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചു വരവ് കണ്ട് സന്തോഷിക്കുകയാണ്. എല്ലാം അടുക്കി പെറുക്കി. യേശു നാളെ വരുമല്ലേ, ഇന്ന് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കുക. എപ്പോഴും ശുദ്ധിയാക്കി ഇടുക. അതാണ് ആവശ്യം. ഈ ദിവസങ്ങളിൽ, നോയമ്പിൻ്റെ ദിവസങ്ങളിൽ ഇത് അനുഗ്രഹമായിട്ട് നമ്മൾ പ്രത്യേകം ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് സമയമെടുത്ത് ഈ വചനം പല പ്രാവശ്യം കേട്ട് നമ്മുടേതാക്കി മാറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, യു സെഡ് ഐ വിൽ റിസ്റ്റോർ. അതെ, അവർ തിരിച്ചു വരുന്നു എന്ന് നീ പറഞ്ഞു. തിരിച്ചു വരുന്നത് നന്മയ്ക്കായിട്ട് തന്നെയാണ്. പരിശുദ്ധാത്മാവ് തിരിച്ചു കൊണ്ടുവന്ന് അതിനൊരു വ്യത്യാസമുണ്ട്. മുൻപേ അങ്ങോട്ട് പോയ പോലെ അല്ല മുടിയനുവാദിപുത്രൻ തിരിച്ചു വന്നത്. അങ്ങോട്ട് പോയ യാക്കോബല്ല ഇങ്ങോട്ട് വന്ന് തിരിച്ചു വന്നത്. അങ്ങോട്ട് പേടിച്ചു പോയ യാക്കോബ് സഹോദരനെ ഏശാവിനെ ഭയപ്പെട്ടു എങ്കിലും തിരിച്ചു വന്ന ഏശാവിന് ദൈവത്തിൻ്റെ മുഖമെന്ന് പറയാൻ തക്കവണ്ണം വിടുതൽ കൊടുത്തു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ആവശ്യമില്ലാതോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പറഞ്ഞിട്ടോ പറയാതെയോ പല രൂപത്തിൽ സഹോദരി സഹോദരന്മാർ പണങ്ങി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ. അമ്മയപ്പന്മാരെ അന്വേഷിക്കാതെ ഒരാൾ നോക്കട്ടെ മറ്റേ ആൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിത്തള്ളി മാറ്റുകയാണ്. ആരും അവരവരുടെ ചുമതല എടുക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇത് നമ്മുടെ ഭവനങ്ങളിലുണ്ട്, സമൂഹത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ടപ്പിച്ച അഴിച്ചു തരണം. എന്നാലും ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യുന്നു എൻ്റെ ദൈവത്തിന് വേണ്ടി. ഞാൻ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നു. തലമുറയിൽ അത് കടന്നു ചെല്ലുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തലമുറകളെ തിരിച്ചു കൊണ്ടിരുന്നവർ തിരിച്ചുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റുപറഞ്ഞു. ഒരു സംശയം കൂടാതെ ഒരു തിരിച്ചുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.